എന്താ ഒരു സുഖം, എന്താ ഒരു സമാധാനം. ഷെഫിക നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ എൻഡോവർ എടുക്കണോ അതോ ഫോർച്യൂണർ എടുക്കണോ? നീ രണ്ടും എടുക്കണ്ട. നീ ആ ക്യാഷ് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ നിനക്ക് ബീച്ച് ഫ്രണ്ടിന്റെ തൊട്ടടുത്ത് കാണുന്ന ടൗൺ ഹൗസ് 4 ബെഡ് ടൗൺ ഹൗസ് ഞാൻ എടുത്തരാം. ഈ ക്യാഷിന് ടൗൺ ഹൗസ് കിട്ടുമോ? നീ എത്രയാണ് കാരണം കൊടുക്കാൻ പോകുന്നത്? 55 ലക്ഷം. ഈ 55 ലക്ഷം രൂപ നിനക്ക് തരികയാണെങ്കിൽ ഞാൻ ഇതിന്റെ അകത്ത് ഡൗൺ പേയ്മെന്റ് അടച്ച് നിനക്ക് സ്വന്തമാക്കി തരാം. ബാക്കിയുള്ള പേയ്മെന്റ് പ്ലാൻ എനിക്ക് ഈസി പേയ്മെന്റ് പ്ലാൻ ആക്കി തരാം. ഈസി പേയ്മെന്റ് പ്ലാൻ. എടാ, നീ കാർ എടുത്ത് കഴിഞ്ഞാൽ 4 വർഷം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്രൈസ് നേരെ താഴോട്ട് അങ്ങ് പോകും. പക്ഷേ ഈ കാണുന്ന ബീച്ചിന്റെ തൊട്ട ഫ്രണ്ടിൽ കാണുന്ന ടൗൺ ഹൗസ് എടുത്തു കഴിഞ്ഞാൽ 4 വർഷം കഴിഞ്ഞ് എനിക്ക് കിട്ടാൻ പോകുന്നത് ഏറ്റവും വലിയ അപ്രീസിയേഷൻ ആണ്. ഞാൻ വെറുതെ പറയല്ല, ഞാൻ 100% എനിക്ക് ഗ്യാരണ്ടി പറയണം. അത് മാത്രമല്ല 40% മാത്രം എനിക്ക് ഡ്യൂറിംഗ് കൺസ്ട്രക്ഷനിൽ കൊടുത്താൽ മതി. ബാക്കി 60% ഹാൻഡ് ഓവറിന്റെ സമയത്ത് കൊടുത്താൽ മതി. ഇനി എന്താ വേണ്ടത്? എടാ, ഇനി ഈ തീരുമാനിക്ക് നിനക്ക് കാറ് വേണോ അല്ലെങ്കിൽ ഈ കാണുന്ന പ്രോപ്പർട്ടി വേണോ എന്നുള്ളത്? എനിക്ക് എന്തായാലും പ്രോപ്പർട്ടി മതി ഷെഫിക. ഓക്കെ, അപ്പൊ നീ പ്രോപ്പർട്ടി എടുത്തിട്ട് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതെ. അപ്പൊ ഇനി നിങ്ങളോ? ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് ഫ്രണ്ട് ടൗൺ ഹൗസിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു യൂണിറ്റ് നോക്കിയിട്ട് ബുക്ക് ചെയ്യാം.